ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി ബംഗ്ലാദേശ് എത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഷെയ്ഖ് ഹസീനയെ അനുവദിച്ചത് അവഹേളനമെന്നാണ് പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ മെച്ചപ്പെടുത്താനുള്ള നീക്കത്തെ ഇത് ബാധിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ്. എന്ത് പ്രത്യാഘാതമുണ്ടായാലും ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഒരിക്കലും തനിക്ക് അകലാനാകില്ലെന്നും ഷെയ്ഖ് ഹസീന ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. വി ആർ കാർത്തിക്കാണ് നമ്മളുമായി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനമാണ് ബംഗ്ലാദേശ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ അതൃപ്തി പരസ്യമാക്കി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഈ പ്രസ്താവനയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് വാർത്താ സമ്മേളനത്തിന് മുൻപ് തന്നെ ഇതിന് അനുമതി നൽകരുത് എന്ന് ന്യൂഡൽഹിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം അംഗീകരിച്ചില്ല, അത് വകവച്ചില്ല, ആ മുന്നറിയിപ്പ് അവഗണിച്ചു. മാത്രമല്ല 2024 ജൂലൈയിൽ ബംഗ്ലാദേശിലുണ്ടായ പ്രക്ഷോഭത്തിൽ മരിച്ചവരെ അപമാനിക്കുന്ന തരത്തിൽ വിഷലിപ്തമായ പ്രസ്താവനകൾ നടത്താൻ ഷെയ്ഖ് ഹസീനയ്ക്ക് അവസരമൊരുക്കി എന്നാണ് മറ്റൊരു വിമർശനം. മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ അടക്കം ഇത് ബാധിക്കും എന്ന മുന്നറിയിപ്പ് നേരത്തെ നൽകിയിട്ടും ഇന്ത്യ വകവച്ചില്ല എന്നാണ് ഈ വിമർശനത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി ബന്ധത്തിൽ വീണ്ടും വിള്ളലുകൾ വീഴ്ത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. സെപ്റ്റംബർ 2 വാരത്തോടുകൂടി ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യയിൽ എത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രാ കാര്യങ്ങളിലടക്കം ഇത് എന്തെങ്കിലും അനിശ്ചിതത്വം ഉണ്ടാക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കയും നിലനിൽക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വൈകാരികമായിരുന്നു അവരുടെ പ്രതികരണം. ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങാനാണ് തീരുമാനമെന്നും ഷെയ്ഖ് ഹസീന പരസ്യമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ അന്ന് ഉണ്ടായ പ്രക്ഷോഭത്തെ, യുവജന പ്രക്ഷോഭത്തെ, ആ പ്രക്ഷോഭത്തിന് പിന്നിൽ ചില അദൃശ്യ ശക്തികൾ ഉണ്ടായിരുന്നു, അവരുടെ നീക്കങ്ങളാണ് അന്ന് നടന്നത് എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല തിരികെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമ്പോൾ രാജ്യത്ത് നീതിയും ജനാധിപത്യവും ഉറപ്പാക്കാൻ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണ്. അറസ്റ്റോ വധശിക്ഷയോ എന്ത് പ്രത്യാഘാതമുണ്ടായാലും ബംഗ്ലാദേശിലെ ജനങ്ങളിൽ നിന്ന് തന്നെ അടർത്തി മാറ്റാനാകില്ല, തനിക്ക് അടർന്നു പോകാനുമാകില്ല എന്ന പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന വാർത്താ സമ്മേളനത്തിനിടെ നടത്തിയത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മാധ്യമങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന തരത്തിൽ ഓൺലൈനായി എത്തിയത്. ഇത് ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാരിന് വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അതൃപ്തിയാണ് ഇപ്പോൾ ഇന്ത്യയുമായി ബംഗ്ലാദേശ് പങ്കുവച്ചിരിക്കുന്നത്.